ഹായ് ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ ഡൽഹിയിലാണെന്നുള്ളത്. നമ്മള് കുറച്ചു കാലം നാട്ടിലേന് ഇപ്പൊ ഡൽഹിക്ക് വണ്ടികൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോണ വണ്ടി പറഞ്ഞാൽ ഫോർച്യൂണറാണ്. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ വണ്ടികൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ഇതുപോലത്തെ നല്ല നല്ല വണ്ടികൾ ഡൽഹിയിൽ നിന്ന് പിന്നെ ഇന്നോവ ആയിക്കോട്ടെ, ഫോർച്യൂണർ ആയിക്കോട്ടെ, ക്രിസ്റ്റ ആയിക്കോട്ടെ, ഏതൊരു വണ്ടി നിങ്ങൾക്ക് ഏതാണ് വണ്ടി ആവശ്യമുള്ളത്, പെട്രോൾ വണ്ടി ഒഴികെ ബാക്കി ഏത് ഡീസൽ വണ്ടി ആണെങ്കിലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് വണ്ടിയാണോ വേണ്ടത് വെച്ചാൽ ആ വണ്ടി നമ്മൾ കറക്റ്റ് അതിന്റെ എ മുതൽ ജഡ്ജ് വരെ റിപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ കൂടെ നിങ്ങൾക്ക് ചെയ്തു തരാറുണ്ട്. NOC കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് അപ്പൊ നിങ്ങൾക്ക് ചെയ്തു തരാറുണ്ട്. അപ്പൊ നിങ്ങൾ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇതുപോലത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡൽഹിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്ന വണ്ടികളാണ് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അല്ലാത്ത വണ്ടികൾ നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിയില്ല. കാരണം നിലവിൽ പർച്ചേസ് ചെയ്ത വണ്ടികൾ മാത്രമായിട്ടാണ് നമ്മൾ ഇത് വീഡിയോ ചെയ്യുക. അപ്പൊ എല്ലാ വണ്ടികളും ഇത് ചിലപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിയൂല. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ള വെച്ച വണ്ടി ആ വണ്ടികൾ മാത്രം നമ്മളോട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അതിന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്തു തരാൻ കഴിയും. ഓക്കെ. അപ്പൊ നമ്മൾ ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് 2017 മോഡൽ 2 വീൽ വരുന്ന ഓട്ടോമാറ്റിക് വാഹനമാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. അപ്പൊ വണ്ടിയുടെ മുഴുവനായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ ഒന്ന് കാണിക്കുന്നു മൊത്തത്തില്. 2017 സിംഗിൾ ഓണർഷിപ്പ് വരുന്ന 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്. അത് ഈ ഭാഗം കൊണ്ടൊന്നും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല നീറ്റ് ആണ്. ഈ ബാക്കിലെ ബമ്പറിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ബാക്ക് ബമ്പർ മാത്രം നമുക്ക് ഒന്ന് റീപെയിന്റ് ചെയ്യാനുണ്ട്. കാരണം വെച്ചാൽ സ്ക്രാച്ചിന്റെ പൊതുവെ ഇവിടെ ഡൽഹിയിലാണ്. ഡൽഹിയിൽ നിന്ന് പൊതുവെ വണ്ടികളൊക്കെ സ്ക്രാച്ച്, ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും ഓൾറെഡി സ്ക്രാച്ച് ഉണ്ടാവും. അപ്പൊ ആ ഒരു സംഗതി ഫ്രണ്ടും ബാക്കും മാത്രമേ ഈ സ്ക്രാച്ച് ഉള്ളൂ. ബാക്കി സൈഡൊക്കെ ഓക്കെയാണ്. സൈഡ് ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്. നിലവിൽ ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. അതായത് പേസ്റ്റ് കാര്യങ്ങള്, അതേമാതിരി ഒരു ഗ്ലാസും റീപ്ലേസ്മെന്റ് ഇല്ല. അതേപോലെ തന്നെ ഒരു ഡോറിന്റെ പേസ്റ്റോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല. അതിന് ഫുൾ ആയിട്ട് നമുക്ക് എല്ലാ പേസ്റ്റും കാര്യങ്ങളൊക്കെ തീർച്ചയായും കാണിക്കും. അപ്പൊ നമ്മള് ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് നോക്കി. അതായത് ടയർ ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോ 75 ടയർ ഭാഗങ്ങളാണ് ഉള്ളത്. ടയർ ഭാഗങ്ങൾ മൊത്തം നോക്കാം. 75 ടയർ ഭാഗങ്ങളാണ്. പിന്നെ ഇതിന്റെ ഡിക്കി ഓപ്പൺ, സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഡിക്കി ഓട്ടോമാറ്റിക്കല് ഡിക്കി ഓപ്പൺ ആവും. ഇവിടെ വെച്ച് പൊതുവെ ഒരു ക്ലിയർ കമ്മി ഉണ്ട്. കാരണം നമ്മളെ റൂമിന്റെ അവിടെ തന്നെയാണ് ഈ ഒരു സംഗതി വെച്ചത്. അപ്പോൾ ഇവിടെ വെച്ച് ലൈറ്റ് കുറവാണ്. ഇനി ഓട്ടോമാറ്റിക് ആയിട്ട് അത് തന്നെ ഓക്കെ. ഇനി നമ്മള് ഇന്ത്യയിലോട്ട് പോവാണ്. 4x2 ആണ്. ഇത് കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളത് 1,55,000 കിലോമീറ്റർ ആണ്. നിലവിൽ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നോ റീപ്ലേസ്മെന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ചെറിയൊരു വെളിച്ചക്കമ്മി ഉണ്ടാവും. ഇന്ത്യയിലൊക്കെ ക്ലീൻ ആണ്. ഇനി നാട്ടിൽ ചെന്നിട്ട് ഒന്ന് പോളിഷ് കാര്യങ്ങളൊന്നും മാത്രം ചെയ്താൽ മതി. അപ്പൊ ഇത് എടുക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? പോളിഷും ഞാൻ പറഞ്ഞ ഈ ബമ്പർ ടച്ചപ്പും ഒന്ന് ചെയ്യാം. എന്നാൽ തന്നെ വണ്ടി ഓക്കെ. അപ്പൊ ഇതുപോലത്തെ നല്ല വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വണ്ടിയാണോ വേണ്ടത് വെച്ചാൽ ആ വണ്ടി നമുക്ക് സജസ്റ്റ് ചെയ്താൽ ചെയ്തു തരാൻ കഴിയും. അപ്പൊ ഇതിന്റെ ഇനി എൻജിൻ റൂമിലോട്ടാണ് ഇനി പോകാനുള്ളത്. ഇതാണ് ഗൈസ് എൻജിൻ റൂം. അതായത് നിലവിൽ ഒന്നും വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല വണ്ടിമേലൊന്നും നമുക്ക് ഗ്യാരണ്ടി കൂടി കൊടുക്കാൻ കഴിയും. ഇതൊന്ന് വാഷ് ചെയ്യാത്തതുകൊണ്ട് ആ ഒരു നീറ്റ്നെസ് കുറവുണ്ട്. നമ്മൾ വണ്ടി ഇപ്പോൾ എടുത്തു കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അപ്പൊ ഇത് ഒന്ന് വാഷ് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. നിലവിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും വണ്ടിക്കകത്തില്ല. എല്ലാം ഒറിജിനലാണ്. ഒരു ഹെഡ്ലൈറ്റോ അല്ലെങ്കിൽ ബമ്പറോ ഒന്നും മാറിയിട്ടില്ല. ഇനി ബോണറ്റ് ആണെങ്കിൽ തന്നെ ഒരു ബോണറ്റ് വരുന്നത് ഫുള്ള് പേസ്റ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്. സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഓക്കെയാണ്. എല്ലാതും വർക്കിംഗ് ആണ്. 4x2 വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും വർക്കിംഗ് ആണ്. ഈ വണ്ടിയുടെ ബാക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഹെഡ് സീറ്റിലാണ് വാഹനം വരിക.
നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വണ്ടി ഉള്ളത്. സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഈ ഒരു ഡാഷ്ബോർഡിലോ ഒന്നുമില്ല. ഇനി ഇത് കിലോമീറ്റർ ഓടി വെച്ചിട്ട് 150 ഓടി വെച്ചിട്ട് ഇതിന്റെ എംബ്ലങ്ങളും കാര്യങ്ങളൊന്നും തീർന്ന് തേയ്മാനം സംഭവിച്ചിട്ടില്ല. അതുപോലെ എല്ലാ സ്വിച്ചും അത് ഒറിജിനാലിറ്റിയിലാണ് നിൽക്കുന്നത്. ഒന്നും ഒരുപാട് ഓടി നോക്കുമ്പോൾ ഈ ഒരു എംബ്ലം, അതായത് കൂടുതൽ കൈ വെക്കുന്ന സ്ഥലങ്ങളെ എപ്പോഴും തേയ്മാനം സംഭവിക്കും. അതേമാതിരി ഓട്ടോമാറ്റിക് ഗിയർ ഒന്ന് കൂടുതലായിട്ട് തേയ്മാനങ്ങൾ, അതേപോലെ ഈ ഡാഷ്ബോർഡിലൊക്കെ കുട്ടികളെ കൈ വെച്ചിട്ട് കൂടുതൽ ഓടുന്ന ഭാഗങ്ങൾ, എപ്പോഴും ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ, ഇങ്ങനെ ഒരു സംഗതി വരും. അതുമാതിരി ഈ ഒരു സംഗതികളൊക്കെ ഈ ഒരു ലെതർ ടൈപ്പ് സാധനം അതൊക്കെ തേയ്മാനം സംഭവിക്കും. അപ്പൊ അത്തരത്തിലൊന്നും സംഭവിക്കാത്ത നല്ലൊരു നീറ്റ് വണ്ടിയാണ്. ഇനി ആർക്കെങ്കിലും ഡൽഹിയിലോട്ട് വന്നിട്ട് നേരിട്ട് പർച്ചേസ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് നമ്മളെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വരാൻ കഴിയുകയാണെങ്കിൽ നമ്മളെ കൂടെ ഇവിടെ വന്നിട്ട് നമ്മളെ റൂം വന്നിട്ട് നിങ്ങൾക്ക് വണ്ടികൾ നോക്കാനും എടുക്കാനൊക്കെ നമ്മൾ നിന്ന് തരും. അതല്ല ഇനി ആർക്കെങ്കിലും വണ്ടികൾ അങ്ങനെ വേണം നിർത്തുന്നുണ്ടെങ്കിൽ, വരാൻ പറ്റാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിനുള്ള വേണ്ട എല്ലാ സംഗതികളും നമ്മൾ ചെയ്തു തരും. അതുപോലെ തന്നെ വണ്ടികളുടെ ഈ ഒരു ഗ്ലാസിന്റെ സ്റ്റിക്കർ ഇതുവരെ മാറ്റി, ഒരു ഗ്ലാസ് റീപ്ലേസ് ഇല്ലാത്ത വാഹനമാണ്. അപ്പൊ ഇതിന്റെ വിലയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇനി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്.